ബഹുമാനായ ഹാരിസ് ബിൻ സലീമിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മെ എല്ലാവരെയും ഈ യഥാർത്ഥ സത്യത്തിന്റെ വഴിയിലേക്ക് നയിക്കുകയും പ്രയോജനപ്രദമായ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ സമയങ്ങൾ നീൽക്കാൻ ഈ ദിവസങ്ങളിൽ നമ്മളെ ഇവിടെ എത്തിക്കുകയും ചെയ്ത കരുണാമയനും സർവശക്തനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഈ സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പ്രോഫ്കോണിന്റെ ഈ വിശാലമായ സമ്മേളനത്തിൽ നിങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിൽക്കുമ്പോൾ പ്രോഫ്കോണിനെ കുറിച്ചുള്ള ഒരു വാചകം പറഞ്ഞുകൊണ്ടാവട്ടെ വിഷയത്തിലേക്കുള്ള പ്രവേശനം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ധാരാളക്കണക്കിന് അധ്വാനങ്ങൾ ഈ മഹത്തായ സംഗമത്തിന് പിന്നിലുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇതിനുവേണ്ടി പണം സ്വരൂപിച്ചവരും ഇതിന്റെ പ്രോഗ്രാമുകൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചവരും ഇതിന്റെ വ്യത്യസ്തമായ തലങ്ങളിൽ അധ്വാനിച്ചവരും എല്ലാവരുമുണ്ട്. എങ്കിൽ പോലും ഏറ്റവും അധികം ഈ രംഗത്ത് ത്യാഗം ചെയ്തവരെന്ന് ഒരൽപ്പം വികാരത്തോടുകൂടെ ഞാൻ ഓർക്കാനും പ്രാർത്ഥിക്കാനും വിചാരിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെ. ഈ പ്രോഫ്കോണിന്റെ ഈ മഹത്തായ സംഗമത്തിൽ ഏറ്റവും മഹത്തായ പങ്കുവഹിച്ചവരെന്ന് എല്ലാവരെക്കുറിച്ച് പറയുമ്പോഴും അവരെക്കുറിച്ച് പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കേരളത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ക്യാമ്പസുകളിൽ ഒരുപക്ഷെ പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് കാര്യബോധമില്ലാത്ത ധാരാളക്കണക്കിന് സുഹൃത്തുക്കളെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഒരുപക്ഷെ ക്യാമ്പസുകൾക്ക് മുമ്പിൽ അന്യരെ പോലെ കാത്തുനിന്ന ഒട്ടനവധി സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളുടെ നിഷ്കളങ്കമായ അധ്വാനമാണ് ഈ പ്രവർത്തനത്തിന്റെ വിജയം എന്ന് പറയാതിരിക്ക വയ്യ. ഞാൻ ആഗ്രഹിക്കുന്നു, ഇനിയുള്ള അടുത്തൊരു പ്രോഫ്കോൺ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിക്കുന്ന സഹോദരന്മാർക്ക് ഒരു നന്മയുടെ വഴിയിലേക്ക് അവരെ നയിക്കാൻ ഒരൽപ്പം അപകർഷതയോടുകൂടെയും കുറ്റബോധത്തോടുകൂടെയും അന്യനെ പോലെയും നാം നമ്മുടെ ക്ലാസ് മുറികൾക്ക് മുന്നിലോ ക്യാമ്പസിന് മുന്നിലോ കാത്തു നിൽക്കുവാനുള്ള ഒരു മനസ്സ് ഇവിടെയുള്ള ഒരു നല്ല മാറ്റത്തോടൊപ്പം നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ ഈ ആയിരങ്ങൾ പങ്കെടുക്കുന്ന മഹാസംഗമം ഒരുപക്ഷെ കേരളത്തിന്റെ ഈ കുട്ടികളുടെ കാഴ്ചപ്പാടുകൾ മാറ്റുന്നതിൽ നിർണായകമായ ഒരു സംഭവമായിരിക്കുമെന്നതിൽ തർക്കമില്ല. അത്തരത്തിലുള്ളൊരു മനസ്സ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു കാര്യം മാത്രം പറയാൻ ഈ സമയത്തെ പൂർണ്ണമായി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്ന് എനിക്ക് അങ്ങേയറ്റത്തെ ആഗ്രഹവും താല്പര്യവുമുണ്ട്. ഒരുപക്ഷെ ഇത്രയും നിറഞ്ഞ ഒരു സദസ്സിൽ നല്ല ചർച്ചകൾ നടക്കുമ്പോഴും
മനസ്സുകൾ അശ്രദ്ധമായി പോകുന്നവരും ഇവിടെ ഏകാഗ്രമാക്കാൻ സാധിക്കാത്തവരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവാം. നമ്മുടെ ക്ലാസ് മുറികളിലുണ്ട്. വളരെ നല്ലൊരു അധ്യാപകൻ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഒരല്പം ഏകാഗ്രതയോടുകൂടി അത് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥ നമുക്കുണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ക്രിയാത്മകതയെയും നഷ്ടപ്പെടുത്തി കളയുന്നത് ജീവിതത്തിലേക്ക് നാം അറിയാതെ, നാം കൈപ്പിടിക്കാതെ തന്നെ കടന്നു വരുന്ന ജീവിത പ്രശ്നങ്ങളാണ്. ഒരു സംശയവുമില്ല. എത്ര മനസ്സിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചാലും മാറി നിൽക്കാതെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും, നാം ഭക്ഷണം കഴിക്കുമ്പോഴും, നാം പുസ്തകം മറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോഴും, നാം ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൈകെട്ടി നിൽക്കുമ്പോഴും, നാം ഒരു തമാശയിലോ കളിയിലോ ഇരിക്കുമ്പോൾ പോലും മനസ്സിന്റെ ഉള്ളിലേക്ക് നാം ആഗ്രഹിക്കാതെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കുടുംബരംഗത്തോ വ്യക്തിജീവിത രംഗത്തോ എവിടെയെങ്കിലും നിലകൊള്ളുന്ന നാം ഒരു പ്രശ്നമായി കാണുന്ന ഒരു പ്രശ്നം ജീവിതത്തിലുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ഈ പറഞ്ഞ സമയക്രമവും എന്ത് പാലിച്ചാലും നമുക്ക് നമ്മളെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു നിസ്സഹായാവസ്ഥ ജീവിതത്തിൽ അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് എന്ത് നിർദ്ദേശമാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത് എന്ന ഒരു ശക്തമായ പ്രായോഗികമായ ഒരു നിർദ്ദേശത്തെ പറയാനാണ് ഈ സന്ദർഭവും ഈ സമയവും ഞാൻ ഉപയോഗിക്കുന്നത്. പ്രശ്നങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ പ്രശ്നങ്ങൾ നമ്മളെ അങ്ങേയറ്റം അലട്ടുന്നു എന്നറിയാനും നമുക്ക് പറ്റും. ഒരുപക്ഷെ വ്യത്യസ്തതയുണ്ടാകാം. ഞാൻ അനുഭവിക്കുന്ന പ്രശ്നമല്ല എന്റെ കൂടെയുള്ള സുഹൃത്തിനുള്ളത്. അതുകൊണ്ട് ഞാൻ പ്രശ്നക്കാരനും എന്റെ അയൽവാസിയും എന്റെ സുഹൃത്തും സൗഭാഗ്യവാനുമാണെന്ന് ഞാൻ ധരിക്കുന്നു. ഒരുപക്ഷെ രോഗമാകാം എന്റെ പ്രശ്നം, മറ്റൊരുത്തന്റെ പ്രശ്നം ദാരിദ്ര്യമാകാം, ഒരുത്തന്റെ പ്രശ്നം ആത്മീയതയാകാം, വേറൊരുത്തന്റെ പ്രശ്നം മറ്റെന്തെങ്കിലുമാകാം. പക്ഷേ ഈ കസേരകളിൽ ചേർന്നിരിക്കുന്ന ഓരോരുത്തരോടും ഒരു 5 മിനിറ്റ് ഒരു ബ്രേക്ക് സമയത്ത് സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രശ്നം പറയാനുണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സഹോദരങ്ങളെ, ആ പ്രശ്നത്തെ എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കാതെ മുന്നോട്ട് പോവുക സാധ്യമല്ല. ഇത് ഗൗരവപരമായ ഒരു സംസാരമാണ്. പലരും ചോദിച്ചു, നമസ്കാരത്തിൽ കോൺസെൻട്രേഷൻ ഇല്ല. അവിടെയും നമ്മുടെ ജീവിത പ്രശ്നത്തിനൊരു പങ്കുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളിലും നന്നായി പഠിച്ച് എനിക്ക് പുസ്തകം എടുക്കാൻ പറ്റുന്നില്ല. അവിടെയും നമ്മളോടൊപ്പം നിൽക്കേണ്ട മനസ്സിപ്പോൾ അതിനു താങ്ങാൻ പറ്റാത്ത ഒരു പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മനസ്സിനെ സഹകരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രശ്നങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മനസ്സിന് നമ്മളോട് സഹകരിക്കുവാനുള്ള ഒരു സാവകാശമില്ല, ഒരു ശക്തിയില്ല, ഒരവസ്ഥയില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ പ്രശ്നത്തെ തൽക്കാലം ഒരിടത്ത് ഇറക്കി വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എവിടെയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു ഗൈഡൻസ് സെന്റർ നടന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്കറിയാം. ധാരാളക്കണക്കിന് സഹോദരങ്ങളും സുഹൃത്തുക്കളും അവിടെ ജീവിതാനുഭവങ്ങൾ നമ്മളുമായെല്ലാം പങ്കുവയ്ക്കാറുണ്ട്. ഇന്ന് വളരെ ചെറിയ പ്രായം അധികമാവാത്ത, നിങ്ങളുടെ പ്രായമില്ലാത്തൊരു സുഹൃത്ത് ഇവിടെ വരികയും ഒരുപക്ഷെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന പിരിമുറുക്കങ്ങൾക്ക് പ്രോഫ്കോണിന്റെ സംസാരങ്ങൾ ഒരു ആശ്വാസമാകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ചൊവ്വാഴ്ച നടക്കേണ്ട ഒരു പബ്ലിക് ഗവൺമെന്റ് നടക്കുന്ന എക്സാമിന്റെ സമയത്ത് പോലും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും ജീവിതത്തിന്റെ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ പ്രോഫ്കോണിന്റെ ക്ലാസുകൾക്ക് പറ്റിയാലോ എന്ന് വിചാരിച്ച് ഇവിടെ വന്നു ഒരു സുഹൃത്ത് ഈ ഗൈഡൻസ് സെന്ററിൽ വരികയും ചെയ്തു. ഞാൻ ഓർക്കുന്നു, ആ ഒരു ചെറിയ 18 വയസ്സുകാരന്റെ മനസ്സിലും നീറി നിൽക്കുന്ന ഒരു പ്രശ്നത്തെ പരിഹരിക്കാതെ ചൊവ്വാഴ്ചയിൽ ഹാൾ ടിക്കറ്റുമായി പരീക്ഷാ ഹാളിലേക്ക് പോകാൻ അവന്റെ മനസ്സ് വഴങ്ങുന്നില്ല എന്നത് അവന്റെ മാത്രം പ്രശ്നം, നമ്മളെല്ലാവരുടെയും പ്രശ്നമാണ്. സുഹൃത്തുക്കളെ, 2 തലത്തിൽ ഈ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ പോലത്തിൽ വീട്ടിൽ പ്രശ്നം ഉണ്ടാകാം, വാപ്പയും ഉമ്മയും തമ്മിൽ പ്രശ്നമായതുകൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു സുഹൃത്തിന്റെ മുഖം കഴിഞ്ഞ ദിവസം പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി തന്റെ മാതാവ് മറ്റൊരുത്തന്റെ കൂടെ പോയി തനിക്ക് മാതാവും പിതാവുമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ വിഷവുമായി സ്കൂളിൽ വന്ന് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത് അടുത്ത ദിവസങ്ങളിൽ നേർക്ക് നേരെ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മോളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അനുഭവം എന്റെ മോൾ തന്നെ കണ്ണിൽ വെള്ളം നിറച്ച് പറഞ്ഞത് എനിക്കറിയാൻ പറ്റും. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ പഠനത്തെയും ജീവിതത്തെയും ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പക്ഷെ ആ പ്രശ്നമാണ് ഞാൻ ഏറ്റവും വലുതായിട്ട് കാണുന്നത്. അതായത് ഒരു ഭയങ്കരമായ മനസ്സാക്ഷി കുത്തും കുറ്റബോധവും നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ. ഞാനൊരു നല്ലവനായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവനാണ്. ഒരിക്കലും എന്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കില്ലെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ ഈ രംഗത്തൊക്കെ എത്തിച്ചേർന്നിട്ടും എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ വിചാരിച്ച് മാനസികമായ വിഷമം ഉണ്ടായവരും മാനസികമായ ഭ്രംശം സംഭവിച്ചവരുമുണ്ട്. ഒരുപക്ഷെ ഇന്ന് ആളുകളെ ഈ പ്രോഫ്കോണിനെ തെറ്റിദ്ധരിക്കത്തക്ക വിധത്തിലുള്ള പലപ്പോഴും സംസാരങ്ങൾ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ കേട്ട് കാണും, എന്ത്
ആത്മീയമായ രംഗത്തേക്ക് കുട്ടികളെ കൊണ്ടുപോയി മാനസിക രോഗികളാക്കുന്നു എന്ന ഒരു ആക്ഷേപം പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. നാം ചിന്തിക്കണം വെച്ചാൽ ആത്മീയതയെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി മനസ്സമാധാനത്തോടും സന്തോഷത്തോടെയും സ്വർഗം തുല്യമായി ജീവിക്കുന്ന പതിനായിരങ്ങൾ ഇവിടെയുണ്ട് സഹോദരങ്ങളെ. ജീവിതത്തിന്റെ 1000 പ്രശ്നങ്ങളെ ഇറക്കി വെച്ച് മനസ്സമാധാനത്തോടെ പ്രോഫ്കോണിന്റെ പന്തലുകളിൽ നിന്ന് ഇറങ്ങിപ്പോയ ആയിരക്കണക്കിന് ആളുകൾക്ക് മൈക്ക് കൊടുത്താൽ മണിക്കൂർ നേരം അനുഭവം പറയാനുണ്ട്. പിന്നെ എന്തേ മതപരമായ രംഗത്തേക്ക് വന്നപ്പോൾ മാനസിക പ്രശ്നം ഉണ്ടായത്? മതപരമായ രംഗത്തേക്ക് വന്നപ്പോൾ അതെനിക്ക് പാലിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന കുറ്റബോധം ചില ആളുകളെ മാനസികമായി തളർത്തിയിട്ടുണ്ട്. തെറ്റായ ചില വിചാരങ്ങളും അതിന് കാരണങ്ങളായിട്ടുണ്ടായിരിക്കാം. യഥാർത്ഥത്തിൽ ഏതൊരു പ്രശ്നത്തിന്റെയും പരിഹാരം എന്ന് പറഞ്ഞാൽ 2 നിലക്കാണ്. ഒന്നെനിക്ക് പറയാനുള്ളത്, നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യണം. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്തത് കൊണ്ട് മാത്രമേ നമുക്കൊരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇന്ന് എന്റെ സുഹൃത്ത് പറഞ്ഞ ഈ വിഷമത്തിന്റെ വേണമെങ്കിൽ ഒരു ഉദാഹരണമായി എടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ചെറുപ്പത്തിൽ തന്നെ വാപ്പയും ഉമ്മയും മരിച്ചുപോയി. കുടുംബത്തിൽ അംഗങ്ങളിൽ ഏറ്റവും ഇളയ ആളാണ്. പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം വീടല്ലാത്തൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ആ താമസത്തിന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അവൻ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലുപരി അവന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, അവന്റെ ഉമ്മയുടെയും ബാപ്പയുടെയും സ്വത്തായി ഇന്ന് നിലനിൽക്കുന്ന ഒരു വീടും പറമ്പും വിറ്റു പോകരുതെന്ന് ഉമ്മയുടെ അന്ത്യമൊഴിയിലുണ്ട്. പക്ഷെ അത് വിറ്റു പോകരുതെന്ന് പറഞ്ഞെങ്കിലും ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠത്തിമാരും ഒക്കെ അത് നിരന്തരമായി അത് കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഈ ഇളം പ്രായത്തിലും ആ വീടിനുണ്ടായിരുന്ന മുഴുവൻ ലോണും പഠനത്തിന്റെ ഇടയ്ക്ക് അധ്വാനിച്ച് അവൻ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് പ്രശ്നപരിഹാരം? ഒരു 10-20 ലക്ഷം വരുന്ന ഒരു സ്വത്ത് നിലനിർത്താൻ ഈ ഒരു ഇളം പ്രായത്തിൽ എനിക്ക് സാധിക്കണം എന്നവൻ വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ സഹോദരങ്ങളെ. അവൻ അറിയാത്ത കാര്യങ്ങളുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നാം ചെയ്യാൻ അറിയുന്നവരോട് അന്വേഷിക്കുകയും അറിയുകയും ചെയ്യേണ്ടതുണ്ട്. എന്താണ് അവന്റെ പ്രശ്നം? ഒന്നുമില്ല, വാപ്പയമ്മയെ മരിച്ചു പോയാൽ ആ സ്വത്ത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ആ അവകാശം ആർക്കൊക്കെയുണ്ടോ ആ അവകാശം വീതിച്ചു കൊടുക്കുക, അത് മാത്രമേ പരിഹാരമുള്ളൂ. അത് ചെയ്യേണ്ട അടിസ്ഥാനപരമായ ഒരു നിയമം. ആ സ്വത്ത് തലമുറകളോളം കാത്തു സൂക്ഷിക്കാനോ അത് തനിക്ക് കിട്ടാനോ സംരക്ഷിക്കാനോ ഒരുത്തൻ വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല, സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ലളിതമായ ഉത്തരത്തിൽ അവൻ സംതൃപ്തനാണ്. പ്രായോഗികമായ അറിവില്ലായ്മ പലപ്പോൾ നമുക്ക് വരാം. എന്നാൽ സഹോദരങ്ങളെ, ചെയ്യാൻ കഴിയുന്ന കാര്യം, അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒട്ടകത്തെ കെട്ടണം. ഒട്ടകത്തെ കെട്ടാതെ ഒട്ടകം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ആശങ്കപ്പെടുന്നതിൽ അർത്ഥമില്ല. നമുക്ക് ചെയ്യാവുന്ന കാര്യം നാം ചെയ്തിരിക്കണം. പലപ്പോഴും പല കാര്യങ്ങളും വരുമ്പോൾ പഠിക്കുന്നതിനെ കുറിച്ച് പരാതിപ്പെടുന്ന ആളുകൾ തനിക്ക് കഴിയാവുന്ന രൂപത്തിൽ പഠിക്കാൻ ഒരു ശ്രമം നടത്തിയില്ല സഹോദരങ്ങളെ. ആത്മീയമായ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിന്റെ അതിർവരമ്പുകളെ പാലിക്കുവാൻ അവർ തയ്യാറായില്ല. എന്തിനു മാത്രം എന്ന് വെച്ചാൽ, ഏറ്റവും മിനിമം ചെയ്യേണ്ട ഒരു നമസ്കാര കാര്യങ്ങൾ പോലും കൃത്യതയോടെ അനുഷ്ഠിക്കുവാൻ മനസ്സു കാണിക്കാതെ നമ്മൾ അതിൽ വേവലാതിപ്പെടുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ കൃത്യതയോടുകൂടെ ചെയ്യുകയും നമുക്കറിയാത്ത കാര്യങ്ങളെ അന്വേഷിക്കുകയും ചെയ്യുക, അത് മനസ്സിലാക്കിയതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ശ്രമം നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നത്തിന്റെ വിഷമം അനുഭവിക്കേണ്ടി വരില്ലെന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്കിന്റെ അർത്ഥം നിർഭയനാണ്. പേടില്ല സഹോദരങ്ങളെ. നമ്മൾ എന്തിന് ഭയപ്പെടണം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഈ മഹാപ്രപഞ്ചം അത് എത്രമാത്രം സങ്കീർണമാണ്, ചിന്തിച്ചാൽ അറ്റമില്ലാത്തൊരു കാര്യമാണ്. ഈ കോടിക്കണക്കിന് ഗോളങ്ങളെയും ഗ്രഹങ്ങളെയും വളരെ കൃത്യതയോടുകൂടെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഒരിക്കലും മരണമില്ലാത്ത ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ എന്റെ സംരക്ഷകനാണെന്ന ബോധമാണ് ഒരു വിശ്വാസിയായപ്പോൾ എനിക്കുണ്ടായതെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഞാൻ ആശങ്കപ്പെടേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരു നിലക്കും ഞാൻ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ആ പടച്ച തമ്പുരാൻ എന്നെ ഏറ്റെടുക്കും എന്ന ആത്മവിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്താണ് ഭയപ്പെടാനുള്ളത്? ഒരു കാര്യത്തിലും ഭയപ്പെടാൻ അവനെ സംബന്ധിച്ചിടത്തോളം അല്ല. പക്ഷെ ആ ഒരു ബോധം, വിശ്വാസം കൂടെ നമുക്കുണ്ടായിത്തീരുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ചെയ്യാവുന്ന കാര്യം നമ്മൾ ചെയ്ത് പടച്ചവനെ ഏൽപ്പിക്കുന്നതോടുകൂടെ നമ്മളെ സംബന്ധിച്ച് നമ്മളെ മനസ്സിലാ ഭാരമില്ല. എന്ത് കാര്യത്തിന്, ഒരു പരീക്ഷന്റെ കാര്യമാണെങ്കിൽ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പിന്നെയും ആശങ്കപ്പെടുകയും ബേജാറാവുകയും ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ നിയന്ത്രണം നമ്മുടെ അടുക്കലല്ലാതെ പോകുന്നതാണ്. എന്തുകൊണ്ട് പടച്ച തമ്പുരാനിൽ കാര്യങ്ങൾ ഏൽപ്പിക്കാം എന്നതിന് അല്ലാഹു തന്നെ പറയുന്ന ന്യായങ്ങൾ, വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത് വസബ്ബിഹ് ബിഹംദിഹി വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറാ. വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്തവരിൽ നീ വരവേൽപ്പിച്ചുകൊള്ളുക. ഒരിക്കലും മരിക്കാതെ എന്നും ജീവിച്ചിരിക്കുന്നവൻ, ഏത് പ്രതിസന്ധിയിലും വിളിച്ചാൽ
സഹോദരങ്ങളെ, നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും കാത്തു നിൽക്കുന്നവനാണ് പടച്ചവൻ. അവനെക്കുറിച്ച് അവനെല്ലാം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവനാണ്. ശരിയാന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു സുഹൃത്ത് സത്യസന്ധമായി പറഞ്ഞു, ചിലപ്പോൾ ധാരണയാകാം, തെറ്റിദ്ധാരണയാവാം, ആരെയും തെറ്റിദ്ധരിപ്പിക്കാനല്ലെങ്കിലും ആ ഉദാഹരണം ഇവിടെ യോജിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഹെർണിയയുടെ ഓപ്പറേഷന് വേണ്ടി തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്പറേഷന്റെ നടപടിക്രമങ്ങൾ കണ്ടപ്പോൾ സുഹൃത്തിനൊരു സംശയം, ഈ നമ്മുടെ മെഡിക്കൽ ഉദ്യോഗസ്ഥന്മാർക്ക് തന്റെ ഭാഗം മാറിപ്പോഴും ഇടതുഭാഗത്തുള്ള ഹെർണിയക്ക് വലതുഭാഗത്താണോ ഓപ്പറേഷന്റെ ഒരുക്കങ്ങൾ നടക്കുന്നത് എന്നൊരു ചെറിയ സംശയം. അപ്പൊ സംശയം വന്നപ്പോൾ സ്വാഭാവികമായും സംശയം അനസ്തേഷ്യക്ക് മുമ്പായതുകൊണ്ട് ചോദിച്ചപ്പോൾ പിന്നീട് അവന്റെ അനുഭവത്തിൽ പറയുന്നത് അതേത് ഭാഗത്താണോ അവിടേക്ക് നീങ്ങി അത്രമാത്രം പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഒരാൾ, പ്രശ്നം അറിയുന്ന ഒരാൾ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധം ഒരു വിശ്വാസിക്കുണ്ടെങ്കിൽ എന്താണ് അയാൾക്ക് ഭയപ്പെടാനുള്ളത്? ആ അറിവിനെ കുറിച്ച് പറഞ്ഞു നോക്കൂ നിങ്ങൾ. വതവക്കൽ അലൽ അസീസിർ റഹീം അല്ലദീ യറാക ഹീന തഖൂം വതകല്ലുബക ഫിസ്സാജിദീൻ. നബിയെ, എന്ത് പ്രതിസന്ധിയായിക്കോട്ടെ പടച്ചോനെ ഏൽപ്പിച്ചോ. അവൻ പ്രതാപശാലിയാണ്, കരുണാനിധിയാണ്. ചില ആളുകളോട് അവൻ പ്രത്യേക സ്നേഹം കാണിക്കും. അങ്ങനത്തെ ഒരുത്തനിൽ നീ ഏൽപ്പിച്ചോ. അല്ലദീ യറാക ഹീന തഖൂം വതകല്ലുബക ഫിസ്സാജിദീൻ. നീ സാഷ്ടാംഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള അനക്കങ്ങളെ അവൻ അറിയും. നിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരുത്തനെ ഏൽപ്പിക്കാൻ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാം അറിയുന്ന, മനസ്സറിയുന്ന, എല്ലാം അറിയുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയേക്കാം അതെങ്ങനെ നടക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടുന്നു. പടച്ചവന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അത് ചെയ്യാൻ കഴിയുന്നവനാണവൻ. ചിലപ്പോഴൊക്കെ ആളുകൾ പറയും, ഇതൊരു മാറാത്ത അസുഖമല്ലേ, ക്യാൻസർ വന്നു അല്ലെങ്കിൽ അസുഖം വന്നു, ഇനി എന്താ ചെയ്യുക, ഇനി ഒന്നൊരു കാര്യമില്ല. സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചാൽ നടക്കും. ഞാൻ ഇന്ന് എന്റെ അനുഭവത്തിൽ കൺമുമ്പിൽ എനിക്ക് പറയാൻ പറ്റിയ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ 15 വർഷമായി ഒരു കുട്ടിയില്ല എന്ന വിഷമത്തിൽ, ആ വിഷമത്തിന്റെ മാക്സിമത്തിലെത്തിയ ആളുകൾ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്നു കരയാ. പ്രായമായ ആളുകൾ ഒരു കുഞ്ഞില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ഉൾക്കൊള്ളാൻ കഴിയാതെ ഡോക്ടർമാർ 2-3 പ്രാവശ്യം വിക്സി നടത്തി അങ്ങേയറ്റത്തെ ചികിത്സയുടെ പ്രയാസങ്ങൾ അനുഭവിച്ച അവസാനം ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു വിശ്വാസിയല്ലേ, നിങ്ങൾക്ക് ഇനി ഒരു ചികിത്സയും ചെയ്യുന്നില്ല, എല്ലാ ചികിത്സയും പരാജയപ്പെട്ടു, എനിക്ക് ദൈവം ഒരു കുഞ്ഞിനെ തരും എന്നൊന്ന് മനസ്സിൽ വെച്ച് നിങ്ങൾക്ക് ചോദിച്ചാൽ അവന് കഴിയില്ലേ അതിന്? സഹോദരങ്ങളെ, ആ വാക്ക് മനസ്സിൽ പതിഞ്ഞു. അവർ ചികിത്സയുടെ എല്ലാ വഴികളും നോക്കിക്കഴിഞ്ഞ ആളുകളാണ്. പ്രാർത്ഥിച്ചു. ഇന്നൊരു കുഞ്ഞുണ്ട്, ഒരു പക്ഷേ ഒരു മാസമോ 2 ആഴ്ചയോ ഒക്കെ ആ കുട്ടിക്ക് പ്രായമുണ്ടാവും. ആ കുട്ടിയെ കളിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ മാതാവ്. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി എന്റെ റബ്ബ് എനിക്ക് തരും എന്ന് പറഞ്ഞ് ചോദിക്കാനാ പറഞ്ഞു. ആ മനസ്സിന്റെ സമർപ്പണത്തിന്റെ ബോധം ഇമാം ബുഖാരിയുടെ ഹദീസ് വായിക്കുമ്പോൾ നമുക്ക് ആ വൈകാരികത മുറ്റി നിൽക്കും നമ്മുടെ മനസ്സിൽ. അതായത് ശരിക്കും കത്തിജ്വലിക്കുന്ന അഗ്നിജ്വാലകൾക്ക് മുന്നിലേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പിടിച്ചിടുമ്പോൾ എന്തെങ്കിലും ചെയ്യാണ്ടോ എന്നാ ജിബ്രീൽ ചോദിക്കണം. എന്തെങ്കിലും ചെയ്യണം, രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും നടപടിക്രമങ്ങൾ. സഹോദരങ്ങളെ, തീയിന്റെ ശക്തിയെക്കുറിച്ച് അറിയാനിട്ടല്ല, തീയിന്റെ ഭീകരതയെക്കുറിച്ച് അറിയാനിട്ടല്ല, ഹസ്ബുനല്ലാഹ്, എനിക്ക് അല്ലാഹു മതി എന്ന ആ സമയത്ത് പറയാം. പടച്ചോനിടത്തൊരു പരിഹാരം ഉണ്ടാവും. എന്തായിരുന്നു സഹോദരങ്ങളെ ആ പരിഹാരം? തീ അതിന്റെ പ്രകൃതിക്ക് വിരുദ്ധമായി പെരുമാറി ഒരു രോമക്കൂപം പോലും കരിയാതെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിച്ചു വന്നു. അതെന്തിനാ പറഞ്ഞത്? നമുക്ക് അത്തരം ഒരു മനസ്സോടുകൂടി നമ്മുടെ പ്രതിസന്ധികളെ പടച്ചവനോട് പറയാൻ പറ്റണം. ഈ ഒരു സന്ദർഭത്തിൽ സഹോദരങ്ങൾ, ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കാൻ കാത്തു നിൽക്കേണ്ട. എന്റെ നാഥൻ എന്റെ പ്രശ്നം പരിഹരിക്കും എന്ന് ആത്മാർത്ഥമായ വിശ്വാസത്തോടെ ബോധ്യതയോടുകൂടെ ചോദിച്ചാൽ
അവൻ അത് ഏറ്റെടുക്കും, അവൻ പരിഹരിക്കും. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, സ്നേഹപൂർവ്വം കുറ്റപ്പെടുത്താനല്ല, പറഞ്ഞോ അങ്ങനെ ഒരു ആത്മവിശ്വാസത്തോടെ, അങ്ങനെ ഒരു പ്രതീക്ഷയോടെ, അങ്ങനെ ഒരു ഉറപ്പോടെ എന്റെ പ്രശ്നം പരിഹരിച്ചിരിക്കും എന്റെ നാഥൻ എന്ന ഉറപ്പോടുകൂടി അവനെ ഏൽപ്പിക്കാൻ തവക്കുൽ എന്ന് പറഞ്ഞത്. തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മളിരുന്ന കാര്യം പടച്ചോനെ നമ്മൾ ഏൽപ്പിച്ചു, ഇനി നമുക്ക് അതിൽ ആശങ്കകളില്ല. ആ രൂപത്തിലുള്ള ഏൽപ്പിക്കലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ നടക്കുമെന്ന് വിചാരിക്കരുത്, അത് പടച്ച തമ്പുരാൻ എനിക്ക് നടത്തി തരുന്നതാണ്. ഏറ്റവും മനോഹരമായ ഒരു വാചകൻ നബിസ്വല്ലല്ലാഹു നമുക്ക് ആ ആശയത്തെ പറഞ്ഞു തന്നു. എങ്ങനെ ഒരു പക്ഷി രാവിലെ കൂട്ടിൽ നിന്ന് പറക്കാൻ തുടങ്ങുമ്പോൾ അതിനറിയില്ല തന്റെ കൂട്ടിൽ കാത്തു വാ പൊളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് എവിടെ നിന്നാണ് ഒരു ചെറിയ പുഴുവിനെ കിട്ടുക, ഒരു ധാന്യമണി കിട്ടുക എന്ന് പറക്കാൻ ഒരുങ്ങുന്ന പക്ഷിക്കറിയില്ല. ലൗ അന്നക്കും തതവക്കലൂൻ, നിങ്ങൾ ബലമേൽപ്പിച്ചിരുന്നുവെങ്കിൽ അല്ലാഹുവിൽ ഹഖ്ക തവക്കുലിഹി, ബലമേൽപ്പിക്കേണ്ട പ്രകാരം, ലറസഖക്കും കമാ യുർസഖു ത്വയ്ർ, ഒരു പക്ഷിക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ അല്ലാഹു നിങ്ങൾക്ക് തരും. തഗ്ദൂ ഹിമാസൻ വതറൂഹു ബിത്താന, വയറൊട്ടിക്കൊണ്ടത് പറക്കും എവിടേക്കെന്നില്ലാതെ, വൈകുന്നേരം വയർ നിറഞ്ഞുകൊണ്ട് തിരിച്ചു വരും. സഹോദരങ്ങളെ, കാരണങ്ങളോ നിമിത്തങ്ങളോ മുന്നിൽ ഉണ്ടാവണ്ട. നമുക്ക് ആഗ്രഹമുണ്ടോ, നമ്മൾ അല്ലാഹുവിൽ ബലമേൽപ്പിക്കുന്നുവോ, പടച്ചവൻ നമുക്ക് അത് പരിഹരിച്ചു തരും. മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത വഴികളിലൂടെ നമുക്കത് തരുന്നതാണ്. പക്ഷേ ഒറ്റ പ്രശ്നേ ഇനി ബാക്കി നിൽക്കുന്നുള്ളൂ സഹോദരങ്ങളെ, അത് പറഞ്ഞാൽ ഇത് പൂർത്തിയാകും. നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുള്ള കരുണാവാരിധിയായ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നാഥനെ പരമേൽപ്പിക്കാൻ നമ്മുടെ മനസ്സാക്ഷിയുടെ ഒരു സമ്മതക്കുറവ് മാത്രം. എന്താണ്, ഞാനും പടച്ചോനും തമ്മിലുള്ള ബന്ധം അത്ര സുതാര്യമല്ല. സഹോദരങ്ങളെ, മനസ്സാക്ഷി പറയുന്നുണ്ടോ? അത് പറയാൻ നല്ല സാധ്യതയുണ്ട്. കാരണം തരും, സ്വാഭാവികമായും പുറത്തു കാണുന്ന ഒരു ജീവിതാവസ്ഥ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും യുവത്വത്തിലുമാണ് നമ്മളൊക്കെ ഉള്ളത്. സഹോദരങ്ങളെ, നല്ല ഒരു സൂക്ഷ്മത, അതായത് രഹസ്യ ജീവിതത്തിലുള്ള ഒരു സൂക്ഷ്മത, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയൊക്കെ നമുക്ക് മാറ്റിവെക്കാം. എന്റെ പടച്ചവന്റെ മാത്രം അറിയുന്ന എന്റെ ജീവിതത്തിന്റെ സൈഡ്, ആ ഭാഗം അത് സുരക്ഷിതമാണ്. എന്നെ കാണുന്ന പടച്ചവന് എന്നെപ്പറ്റി ഒരു അതൃപ്തിക്ക് കാരണമില്ല. അത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ സ്വകാര്യ ജീവിതം നന്നാക്കി തീർക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയേണ്ടതില്ല സഹോദരങ്ങളെ, എങ്കിൽ പോലും ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി ഇന്ന് നിലനിൽക്കുന്നത്, ഒന്ന്, നമ്മുടെ ക്യാമ്പസുകളെല്ലാം മിക്സഡ്, അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചുള്ള ക്യാമ്പസുകളാണ്. എത്ര നമ്മൾ പറഞ്ഞാലും, നമ്മളെ ഏത് സമയത്ത് നമ്മൾ ഉപദേശിച്ചാലും ഒരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ സഹപാഠിയും അല്ലെങ്കിൽ സഹപാഠിനിയുമായ ആളുകളോട് നമ്മുടെ ബന്ധം പലപ്പോഴും നാം ആദ്യഘട്ടങ്ങളിൽ ഒരു നല്ല രൂപത്തിലുള്ള ബന്ധങ്ങളാണെങ്കിലും അത് പിന്നീട് തെറ്റായ രൂപത്തിലേക്ക് എത്തിച്ചേരുന്നു നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഞാൻ ഈ മഹത്തായ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്നതോട് ഞാൻ പറയട്ടെ, ഒരു വീട്ടിൽ നിന്ന് സുരക്ഷിതമായി നമ്മുടെ ക്യാമ്പസിൽ വന്ന് പഠിക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി, തീർച്ചയായും നമ്മൾക്ക് എന്റെ പെങ്ങൾ എന്ന നിലക്ക്, എന്റെ ഉമ്മ എന്ന നിലക്ക്, എന്റെ അനുജത്തി എന്ന നിലക്ക് ഒക്കെ, അല്ലെങ്കിൽ ഭാര്യ എന്ന നിലക്ക് ഞാൻ ഇടപെടുന്ന സ്ത്രീകളെ പോലെ എനിക്ക് എന്റെ ക്ലാസ്സിലെ ഒരു ക്ലാസ്മേറ്റിനോട് ഇടപെടാൻ പറ്റില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കുറിച്ച് ഈ മുൻഭാഗത്തിരിക്കുന്ന ഒരു ആൺകുട്ടി വിചാരിക്കുന്നു അവൾ എന്റേതാണെന്ന മനസ്സോടുകൂടെ അവളെ കാണാനും അവളോട് സംസാരിക്കാനും ആഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ, അതേ അവസ്ഥ ബാക്കിലുള്ള ഏതെങ്കിലും ഒരു സഹോദരിയുടെ മനസ്സിലുണ്ടെങ്കിൽ, തന്റെ അനുവദനീയമായൊരു വിഹിതമായൊരു ബന്ധത്തിലൂടെ വരേണ്ട ഒരു ഭർത്താവിനോടോ ഭാര്യയോടോ കാണിക്കുന്ന ഒരു ബന്ധം അവിഹിതമായി തുടരുന്നുവെങ്കിൽ, ആ മനസ്സാക്ഷിക്കുത്ത് സഹോദരങ്ങളെ ഒരു നമസ്കാരത്തിൽ മാത്രമല്ല ജീവിതത്തിന്റെ ഏത് സന്ദർഭങ്ങളിലും നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു തീരുമാനം നാം എടുക്കേണ്ടതുണ്ട്. ജീവിതത്തിന്റെ മരണം വരെയുള്ള, മരണാനന്തരമുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണെങ്കിൽ, രാത്രിയുടെ ഇരുട്ടിലും പകലിന്റെ വെളിച്ചത്തിലും ഒരുപോലെ എന്നെ അറിയാൻ പറ്റുന്നവന്റെ, എന്നെ കാണുമ്പോൾ അവരിഷ്ടമില്ലാത്ത ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്റെ സ്വകാര്യതയിൽ എന്ന് പറയാൻ ഈ സദസ്സിലിരിക്കുന്ന ആർക്ക് പറ്റുമോ? സഹോദരങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു, ഒരു സംശയം അക്കാര്യത്തിലില്ല. അള്ളാഹുവുമായുള്ള നമ്മുടെ ആ ജീവിതത്തിലെ ഒരു ബന്ധം ഏറ്റവും പ്രധാനമാണ് സഹോദരങ്ങളെ. പണ്ടൊക്കെ വളരെ പല കാര്യങ്ങളും നമ്മൾ പറയേണ്ടത് പലപ്പോഴും വളരെ മോശമായ ക്യാമ്പസുകളിൽ വരുന്ന കുട്ടികളോട് മാത്രമാണ്. ഇന്ന് അങ്ങനെയല്ല, എല്ലായിടത്തും തിന്മകൾ ഒരുപോലെ ലഭ്യമാകുന്ന സമയം. സാധാരണ ഞങ്ങളുടെ ഒരു ക്യാമ്പിൽ വെച്ച് ഞാൻ കുട്ടികളോട് പറഞ്ഞു, ഞാൻ രാത്രിയൊക്കെ നിങ്ങളെ കൂടെ താമസിക്കുന്നതാണ്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വന്ന് പറഞ്ഞാൽ നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി പറഞ്ഞത്, കണ്ണിൽ വെള്ളം നിറച്ചാൻ വേണ്ട കാര്യം അവന്റെ ഒറ്റ പ്രശ്നമുള്ളൂ, 4 രൂപയ്ക്ക് നെറ്റ് ചാർജ് ചെയ്താൽ 24 മണിക്കൂർ ഉപയോഗിക്കാം. അപ്പൊ ഞാൻ 4 രൂപയ്ക്ക് നെറ്റ് ചാർജ് ചെയ്യും, ചാർജ് ചെയ്ത ദിവസം മുഴുവൻ
ക്ലാസ്സുമില്ല, രാത്രിയുമുള്ള പകലുമില്ല, അശ്ലീലങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. സഹോദരങ്ങളെ, ഒരുപക്ഷെ ഈ വാക്ക് എത്ര സന്ദർഭം എനിക്കറിയില്ല. ഇന്ന് ഒരാൾക്ക് വ്യഭിചരിക്കാൻ ഒരു റൂമിൽ, അടച്ചിട്ട റൂമിൽ തന്റെ ഒരു ഫോൺ മാത്രം കൈവശം മതി. ഇങ്ങനത്തെ തിന്മകൾ ആരും കാണാതെ, ആരും അറിയാതെ നമ്മുടെ ഒറ്റയ്ക്കിരിക്കുന്ന ബെഡ്റൂമിൽ എല്ലാം സാധ്യമാകുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവേ നീ അറിയുമല്ലോ, നീ കാണുമല്ലോ എന്ന വിചാരത്തിനല്ലാതെ സഹോദരങ്ങളെ ഒരു തിന്മയെയും നിയന്ത്രിക്കാനാവില്ല. അതുകൊണ്ട് എനിക്കെല്ലാം സമർപ്പിക്കേണ്ട ഒരു രോഗത്തിന്റെ മുന്നിൽ ഞാൻ എന്റെ രോഗത്തിന്റെ മാറ്റത്തിന് ആവശ്യപ്പെടേണ്ട, ഒരു പ്രതിസന്ധിയിൽ ഞാൻ കൈ ഉയർത്തേണ്ട, എന്റെ ജോലിയിലും എന്റെ പരീക്ഷയിലും എന്റെ ദാമ്പത്യത്തിലും എല്ലാം എന്നെ കടാക്ഷിക്കേണ്ട എന്റെ റബ്ബ് എന്നെക്കുറിച്ച് തൃപ്തനാണ് എന്ന് പറയാൻ നമുക്ക് പറ്റിയാൽ സഹോദരങ്ങളെ അത് സന്തോഷകരവും ആഹ്ലാദകരവുമായ ഒരു ജീവിതമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രശ്നത്തിന്റെ മുഴുവൻ പരിഹാരം നമ്മുടെ വിശ്വാസമാണ്, അള്ളാഹുള്ള ഭരമേൽപ്പിക്കലാണ്. എല്ലാം അറിയുന്ന, എല്ലാറ്റിനും കഴിയുന്ന സമുദ്രങ്ങളെ രണ്ടാക്കി നിർത്തി വഴിയൊരുക്കി കൊടുത്തു മൂസാ നബി അലൈഹിസ്സലാമിന്. സഹോദരങ്ങളെ, ദാഹത്തിന്റെ കാഠിന്യത്താൽ പാറയിൽ നിന്നും വെള്ളമൊഴുക്കി കൊടുത്തു. 300 കൊല്ലം അള്ളാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഉറങ്ങാൻ ഉറക്കിക്കിടത്തി ഒന്നും സംഭവിക്കാതെ സുരക്ഷിതത്വത്തോടുകൂടെ 3 നൂറ്റാണ്ട് ഗുഹാവാസികളെ ഉറക്കിക്കിടത്തിയ നാഥൻ അവൻ തന്നെയാണ് ഇന്നും ജീവിച്ചിരിക്കുന്ന നമ്മുടെ രക്ഷിതാവ്. അതുകൊണ്ട് മരണമില്ലാത്ത അന്നും ഇന്നും എന്നും ലോകത്ത് വന്ന മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെയും സംരക്ഷകനായ ആ പടച്ച തമ്പുരാനിൽ വിശ്വസിക്കുന്നവരെന്ന നിലക്ക് ജീവിതത്തിലെ ആശങ്കകൾ അവനു കൈമാറി നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധമാക്കി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമുക്ക് ഇങ്ങനെ പറയാൻ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, കുൽ നബിയെ പറഞ്ഞോ, ലൻ യുസീബന ഞങ്ങൾക്ക് വരുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ അല്ലാഹു നിശ്ചയിച്ചതല്ലാതെ ഒന്നും ഞങ്ങൾക്ക് വരില്ല. ഹുവ മൗലാന അവൻ ഞങ്ങളുടെ രക്ഷകനാണ്. ഞങ്ങളുടെ രക്ഷകനായ നാഥൻ തീരുമാനിക്കാത്തതൊന്നും ഞങ്ങൾക്ക് സംഭവിക്കുകയില്ല. അല്ലാഹുവിൽ ഫല്യതവക്കലിൽ മുഅ്മിനൂൻ സത്യവിശ്വാസികൾ ഭരമേൽപ്പിക്കട്ടെ എന്ന തൗബ സൂറത്തിലെ 51-ാമത്തെ വചനം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അള്ളാഹുവിന് കൈമാറി സ്വതന്ത്രമായ ഭാരം കുറഞ്ഞൊരു മനസ്സോടുകൂടെ നമ്മുടെ പഠനത്തിലും ആത്മീയതയിലും കുടുംബജീവിതത്തിലും നമ്മുടെ എല്ലാ നന്മകളിലും ആവേശത്തോടുകൂടെ, നിരാശയില്ലാതെ, അശ്രദ്ധയില്ലാതെ, ക്ഷീണമില്ലാതെ ആവേശത്തോടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് അള്ളാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ. ഈ പ്രോഫ്കോൺ നമ്മുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാകുമാറാവട്ടെ. നന്മയുടെ പാഠങ്ങളും ജീവിത വിശുദ്ധിയുടെ മാർഗദർശനങ്ങളും നമുക്ക് നൽകുന്ന ഈ മഹത്തായ സംഗമത്തിന് പിന്നിൽ അധ്വാനിച്ചവർക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ